ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ 2 kg വെയിറ്റ് വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡോൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ്. പിന്നെ ഡോൾ കേക്ക് ചെയ്തെടുക്കുമ്പം ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഇതേപോലുള്ള പാനിൽ 2 കേക്ക് ടീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാഫ് kgയുടെ കേക്ക് ടീനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഡോൾ കേക്കിൻ്റെ ഒരു മോൾഡ് കൂടി മേടിച്ചിട്ടുണ്ട്. ഹാഫ് kgയുടെ മോൾഡാണ്. അതിൽ ഒരു പകുതി ഭാഗം നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് ഇതേപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ടിന്നിലായിട്ട് നമ്മൾ മൊത്തം കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോൾ കേക്കിൻ്റെ പാനിൻ്റെ റേറ്റ് 180 രൂപയാണ്. ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആയിരിക്കും. ഞാനിവിടെ മേടിച്ചത് 180 രൂപയ്ക്കാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ചൂടൊക്കെ മാറിയതിന് ശേഷം ലെയർ ചെയ്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ ലെയർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയർ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും വലിയ, അതായത് 2 kgയുടെ കേക്കല്ല 1 kgയുടെ കേക്ക് മതിയെങ്കിൽ നിങ്ങൾ 2 ടിന്നിലായിട്ട് ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഒന്ന് ഡോൾ കേക്കിൻ്റെ ടിന്നിലും ഒന്ന് സാധാ ഹാഫ് kgയുടെ കേക്ക് ടിന്നിലും നിങ്ങൾ ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഈ നമ്മുടെ ഡോൾ കേക്കിൻ്റെ കേക്ക് മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് സാധാ നമ്മുടെ കേക്ക് ടിന്ന് തന്നെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളത് ഐസിങ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഒരു ഡോളിൻ്റെ ഗൗണിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ട്രിം ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഇത്തിരി ഒന്നും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഒത്തിരി വീഡിയോസിലായി ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. എല്ലാ ലെയർ കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്ക്യൂർ ഇതേപോലെ നമ്മൾ കുത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തട്ടി മറിഞ്ഞ് വീഴാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ 1-2 സ്ക്യൂർ വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഇതങ്ങ് ആടി കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു ബാലൻസ് കിട്ടില്ല നമുക്കിത് അങ്ങ് ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ചരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ആ ബാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 സ്ക്യൂർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഡിസൈന് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനായിരിക്കും. കാരണം നമ്മൾക്ക് സാധാ കേക്ക് ചെയ്യുന്ന പോലെ ഈ ഡോൾ കേക്കിന് ഷാർപ്പ് എഡ്ജ് ആക്കിയെടുക്കാനൊന്നും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ റോസറ്റ് നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ്. ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള ഡിസൈൻ അങ്ങ് ചെയ്തെടുക്കുന്നത്. കേക്ക് സെറ്റാകുന്ന നേരം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഡിസൈന് വേണ്ടിയിട്ടുള്ള ക്രീമാണ്. റോസറ്റ് ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്രീം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഏകദേശം 2 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസൈന് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഡോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡോളിൻ്റെ റേറ്റ് 75 രൂപ മുതൽ 120 രൂപ വരെയുള്ള ഡോളുണ്ട്. ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് 80 രൂപയുടെ ഡോളാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് കേക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. എന്നിട്ട് പൈപ്പിംഗ് ബാഗിൽ നമ്മുടെ ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം റോസറ്റ് നോസിലിട്ടിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുമ്പം എല്ലാ റോസും നമ്മൾ വരച്ചെടുക്കുന്നത് ഒരേ സൈഡിലേക്കാണ് എന്ന് ഉറപ്പ് വരുത്തുക. എന്നാലാണ് ആ ഒരു ഫ്ലവർ കാണാനായിട്ടൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്തെടുത്താൽ കാണാനായിട്ടൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. റോസറ്റ് ഫ്ലവർ എല്ലാം വരച്ചു കൊടുത്തതിന് ശേഷം ചെറിയ സ്റ്റാർ നോസിലിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഇതേപോലെ ബട്ടർഫ്ലൈസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ താഴെ പേരും എഴുതി കൊടുത്തിട്ടുണ്ട്. ഫോണ്ടൻറ്റ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ആ ബട്ടർഫ്ലൈസിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഗോൾഡൻ ഷെയ്ഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കേക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്